ഡൽഹിയെ പിടിച്ചുകുലുക്കിയ മദ്യനയ കേസിൽ ആം ആദ്മി പാർട്ടിക്ക് ചരിത്ര ജയം. കേസിൽ ഉൾപ്പെട്ട മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ എന്നിവർ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളെയും പ്രത്യേക കോടതി വെറുതെ വിടുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ അന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായ തെളിവുകൾ ഒന്നും തന്നെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി വിമർശിച്ചു. ഇത് അന്വേഷണ ഏജൻസിക്കും CBIക്കും കേന്ദ്ര സർക്കാരിനും വലിയ തിരിച്ചടിയാണ് വന്നിരിക്കുന്നത്. എന്താണ് മദ്യനയ കേസ്, എന്താണ് കോടതി വിധി, നമുക്കൊന്ന് പരിശോധിക്കാം. ഡൽഹിയിലെ പ്രത്യേക ജഡ്ജി ജിതേന്ദ്ര സിംഗ് ആണ് ഈ സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. കേവലം ആരോപണങ്ങൾക്കപ്പുറം പ്രതികൾക്കെതിരെ ഒരു തെളിവ് പോലും CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇല്ലെന്ന് കോടതി വ്യക്തമാക്കി. 2021-22 കാലത്തെ മദ്യനയത്തിൽ അഴിമതിയോ ഗൂഢാലോചനയോ നടന്നതായി സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. കുറ്റപത്രത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുവെന്നും യാതൊരു അടിസ്ഥാനവുമില്ലാതെയാണ് കേസ് നിർമ്മിച്ചതെന്നുമെന്നാണ് കോടതി പറയുന്നത്. വെറും മാപ്പ് സാക്ഷികളുടെ മൊഴി ഉൾപ്പെടുത്തിയാണ് ഈ കേസ് മുന്നോട്ട് പോയതെന്നും കോടതി കുറ്റപ്പെടുത്തി. വിധിക്ക് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട അരവിന്ദ് കെജ്രിവാൾ വികാരധീനനായാണ് സംസാരിച്ചത്. ഞാൻ അഴിമതിക്കാരനല്ലെന്ന് കോടതി ഇന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഞാനും മനീഷ് സിസോദിയയും കട്ടർ ഇമാൻദാർമാർ, അതായത് തികഞ്ഞ സത്യസന്ധരാണെന്ന് രാജ്യം തിരിച്ചറിഞ്ഞു. മാസങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വന്ന സിസോദിയെ കെജ്രിവാൾ ചേർത്ത് പിടിക്കുന്നത് വൈകാരികമായ നിമിഷമായിരുന്നു. ആം ആദ്മി പാർട്ടിയെ തകർക്കാൻ കെട്ടിച്ചമച്ച കേസായിരുന്നു ഇതെന്ന പാർട്ടിയുടെ വാദം ശരിയാണെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ്. എന്തായിരുന്നു ഈ കേസ്? 2021 ഡൽഹി സർക്കാർ കൊണ്ടുവന്ന മദ്യനയത്തിൽ ക്രമക്കേടുണ്ടെന്ന് കാട്ടി ലഫ്റ്റനന്റ് ഗവർണർ നൽകിയ പരാതിയിൽ നിന്നാണ് ഈ കേസ് ആരംഭിക്കുന്നത്. തുടർന്ന് CBIയും EDയും കേസ് ഏറ്റെടുത്തു. മാസങ്ങളോളം നീണ്ട ജയിൽവാസം, കടുത്ത ചോദ്യം ചെയ്യലുകൾ, വലിയ രാഷ്ട്രീയ നാടകങ്ങൾ എന്നിവയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. കെജ്രിവാളും സിസോദിയയും സഞ്ജയ് സിംഗും ഒക്കെ മാസങ്ങളോളം ജയിലിൽ കിടന്നു. എന്നാൽ കോടതി ഇന്ന് ഈ കേസിനെ ഒരു പുകമറ മാത്രമായി കണ്ട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. CBI ഈ കേസ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്നാലും പണമിടപാട് കേസിലെ ED കേസ് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ CBI കൊണ്ടുവന്ന ഈ വലിയ കേസിൽ നിന്ന് ഊരിപ്പോകാൻ കഴിഞ്ഞത് അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ വിഷയം ഉയർത്തിക്കാട്ടി അത് ഒരു വോട്ടാക്കി മാറ്റാൻ തന്നെയാകും ആം ആദ്മി പാർട്ടിയുടെ ശ്രമം.